നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് താമരയുടെ പേര് ഒഴിവാക്കിയതിൽ യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ടൗൺ ഹാളിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. താമരയുടെ പേര് ഒഴിവാക്കിയത് ബോധപൂർവമല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ചൂണ്ടലിൽ 4 അംഗ സംഘം വീട് കയറി ആക്രമിച്ചു. ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. ബന്ധുവായ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിലാണ് പെലക്കാട്ട് പയ്യൂരിൽ പ്രകാശിനെയും ഭാര്യയെയും 4 അംഗ സംഘം ആക്രമിച്ചത്. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. കാട്ടുപന്നികളെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഗ്രീൻ വളണ്ടിയർമാർക്കുള്ള പരിശീലനവും യൂണിഫോം വിതരണവും തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കാണിയാമ്പലിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാവിലക്കാട് സ്വദേശികളായ കൂളിയാട്ടിൽ വീട്ടിൽ 26 വയസ്സുള്ള പ്രണവ്, മമ്പറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാതയിൽ അജ്ഞാത വാഹനം ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ പഞ്ചവടി പഞ്ചായത്ത് ഗ്രൌണ്ടിന് സമീപം താമസിക്കുന്ന മണന്തല സ്വദേശി കുന്നത്ത് വീട്ടിൽ 44 വയസ്സുള്ള ഒലീദാണ് മരിച്ചത്. മലയാളികളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ മഹത് വ്യക്തിത്വമായിരുന്നു മലയാളികളുടെ എക്കാലത്തെയും ഭാവഗായകൻ പി ജയചന്ദ്രൻ എന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ഗീതം സംഗീതത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പി ജയചന്ദ്രന്റെ 1ാം ഓർമ്മ ദിനത്തിൽ സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിലെ ഛായാചിത്രത്തിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തി. തൊഴിലുറപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ അരിമ്പൂർ പഞ്ചായത്ത് NREG വർക്കേഴ്സ് CITU-വിന്റെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ അസംബ്ലി സംഘടിപ്പിച്ചു. യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറി KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തിരുവിലാമല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് LDF അംഗങ്ങൾ. പണവും സ്വാധീനവും ആൾബലവും ഉപയോഗിച്ച് വരണാധികാരിയെ അനുകൂലമാക്കി ജനാധിപത്യ മര്യാദ ലംഘിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് LDF ആരോപിച്ചു. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി സയ്യിദ് ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ 168ാമത് ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് തുടക്കമായി. നാളെ രാവിലെ കൊടിയേറ്റ കാഴ്ചകൾ ജാറം അങ്കണത്തിലെത്തി കൊടിയുയർത്തും. സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാവായ MG ശശി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനം ഞായറാഴ്ച തൃശൂർ കൈരളി തിയേറ്ററിൽ നടക്കും. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം എഴുത്തുകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ലാലൂർ മലിനീകരണ വിരുദ്ധ സമരനായകൻ TK വാസുവിന്റെ സാമൂഹ്യ ജീവിതം അരനൂറ്റാണ്ട് പിന്നിട്ടതോടനുബന്ധിച്ച് ഞായറാഴ്ച തൃശൂരിൽ സമാദരണ സമ്മേളനം സംഘടിപ്പിക്കും. വൈകിട്ട് 3-ന് തൃശൂർ ജവഹർ ബാലഭവനിൽ നടക്കുന്ന സമരധാരണ സമ്മേളനം പ്രൊഫസർ സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തു. വെങ്കിടക പഞ്ചായത്ത് അംഗം റിനിത കബീർ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി വെൺമേനാട് പോവിൽ രുതിരമാല ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചാരിമേള അരങ്ങേറ്റം നടന്നു. വാദ്യകലാ ക്ഷേത്രം അധ്യാപകൻ നിഖിൽ പാവറട്ടിയുടെ കീഴിൽ ചെണ്ട അഭ്യസിച്ച 8 വിദ്യാർത്ഥികളാണ് ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറ്റം നടത്തിയത്. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ഉദ്ഘാടനം ചെയ്തു. കേരള കലാ സാംസ്കാരിക വേദിയുടെ 6ാമത് വാർഷികാഘോഷം നാളെ തൃപ്രയാർ പ്രിയദർശിനി ഹാളിൽ വിവിധ പരിപാടികളോടെ നടക്കും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ നിർമ്മാതാവ് KP മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കേരള സംഗീത നാടക അക്കാദമി ഈ മാസം 25 മുതൽ ഫെബ്രുവരി 1 വരെ സംഘടിപ്പിക്കുന്ന ഇറ്റ്ഫോക്കിന്റെ തീം ലോഗോ പ്രകാശനം ചെയ്തു. അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് സുജാതൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പഴനി കോട്ടാൽ ഫെസ്റ്റ് ആഘോഷിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 17 ഗജവീരന്മാർ അണിനിരന്നു. തിരുവിലാമല എരവത്തൊടി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്ര സന്നിധിയിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് പാലക്കൊമ്പിന് പുറപ്പെടൽ നടന്നത്. കൊമ്പൻ പാമ്പാടി രാജൻ തിടമ്പേറ്റി.
കൊടകര പുത്തുക്കാവ് താലപ്പൊലിയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. JCI തൃശൂർ ജില്ലാ ഘടകത്തിലെ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും. JCI തൃശൂരിന്റെ പ്രസിഡന്റായി പ്രജിത അജിത്, സെക്രട്ടറിയായി മീര ആന്റോ, ട്രഷററായി രാഹുൽ AR എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യും. ചാവക്കാട് നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. വികസനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 17ാം വാർഡിലെ P. യതീന്ദ്രദാസിനെ തെരഞ്ഞെടുത്തു. പെരിഞ്ഞനം RMVHS സ്കൂൾ വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. തിരുവില്ലാമല പഞ്ചായത്തിലെ കർഷകർക്കുള്ള സൗജന്യ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠര് രാജീവര് അറസ്റ്റിൽ. സ്വർണ്ണക്കൊള്ളയ്ക്ക് പോറ്റിക്ക് അവസരം ഒരുക്കി നൽകിയത് തന്ത്രിയാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. സ്വർണ്ണക്കൊള്ളിയിൽ EDയും കേസെടുത്തു. മന്ത്രി MP രാജേഷിനെതിരെ പേരാമംഗലം പോലീസിൽ പരാതി നൽകി അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര. താൻ നൽകിയ പരാതി മൂലമാണ് ലൈഫ് മിഷൻ പദ്ധതിയിലെ വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം പ്രതിസന്ധിയിലായതെന്ന് മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അനിൽ അക്കര. ഭരതൻ സ്മൃതി വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഗീത സംവിധായകൻ P. ജയചന്ദ്രന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല ഇന്ന് ആഘോഷിക്കുന്നു. രാത്രി 10-ന് 9 ഗജവീരന്മാരുടെ അകമ്പടിയോടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. പുലർച്ചെ 1-ന് വെടിക്കെട്ടും ഉണ്ടാകും. തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ആറോട്ടോടെ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തെരുവുനായയുടെ ആക്രമണത്തിൽ പൂവത്തൂരിൽ ആട് ചത്തു. എളവള്ളി മുളന്തറ വലിയകത്ത് പാത്തുമോളുടെ വീട്ടിൽ വളർത്തുന്ന ആടിനെയാണ് തെരുവുനായ്ക്കൂട്ടം കടിച്ചുകൊന്നത്. കോടശ്ശേരി കിഴക്കേ കുറ്റിച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറി സൗകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് പ്രസിഡന്റ് KM ജോസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ CC മുകുന്ദൻ MLAയുടെ ജീവചരിത്രം ആസ്പദമാക്കി രചിച്ച വിശപ്പും വിവേചനവും എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രകാശനം നടന്നു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ആരോപിച്ച് LDF പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം VR ബാബു ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്തിലെ കണിയാംതുരത്തിലെ പച്ചത്തുരുത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.